അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സഹൃദയരെ, സഹപ്രവർത്തകരെ, നാം ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്കെന്താണോ ആവശ്യമുള്ളത് അതെല്ലാം സർവാധിപനായ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നാം കാണുന്ന കോടാനുകോടി മനുഷ്യരിൽ ചിലരൊക്കെ പലതരത്തിലുള്ള ശാരീരികമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. കണ്ണ് കാണാത്തവർ, കാത് കേൾക്കാത്തവർ, സംസാരിക്കാനാകാത്തവർ, നടക്കാൻ കഴിയാത്തവർ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഡിസേബിൾഡായ ആളുകളെ ഈ ലോകത്ത് നമ്മൾ കാണുമ്പോൾ പോലും ആധുനിക ലോകം ഇവരെ വിളിക്കുക കഴിവില്ലാത്തവരെന്നോ വൈകല്യമുള്ളവരെന്നോ അല്ല, മറിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് കഴിവുണ്ട്, പക്ഷെ അത് വ്യത്യസ്തമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ കഴിവ് ബേസിക്കലി ഉണ്ട്. ആ കഴിവിനെ അവനവൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. ഈ ലോകത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷേ പലർക്കും ഈ ലോകം അസഹനീയമാണ്. പലർക്കും ഈ ലോകം വളരെ ഇടുങ്ങിയതാണ്. പലർക്കും ഈ ലോകത്ത് സന്തോഷങ്ങൾ കിട്ടാത്ത അനുഭവങ്ങളാണ്. എന്താണ് കാരണം? എല്ലാവർക്കും ഈ ലോകത്തുള്ളത് ഒരേ വിഭവങ്ങളല്ലേ? ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമായ 550 ലിറ്റർ ഓക്സിജൻ ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും സൗജന്യമായി ലഭിക്കുന്നുണ്ട്. അതുപോലെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്, ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ട്. ലോകത്ത് വെള്ളം കിട്ടാൻ പ്രയാസമുള്ള, എല്ലാ നേരവും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, ഈവൻ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടന്നു മരിക്കുന്ന മനുഷ്യർ പോലും വളരെ കുറവെങ്കിലും ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ നമുക്കെല്ലാം ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമുള്ളതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തോട് മനുഷ്യൻ്റെ പ്രതികരണം രണ്ട് തരത്തിലാണ്. ചില ആളുകൾ ഈ ലോകത്ത് അവർക്ക് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും കാണുന്നു, അതിനെ അവർ ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഈ ലോകത്തിൻ്റെ നന്മകളല്ല, തിന്മകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ എത്തിപ്പിടിക്കാൻ ആവശ്യമായ വലിയ ലക്ഷ്യങ്ങളുണ്ടാകാം, നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടാകാം. അതിലേക്ക് പലപ്പോഴും നമുക്ക് എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നാം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്ക് നമ്മൾ കാണുന്നത് കുറേ തടസ്സങ്ങളെയാണ്. ഈ തടസ്സങ്ങൾ ഈ ലോകത്തെപ്പോഴും ഉണ്ട്, പക്ഷേ നമ്മൾ അതിനെ തടസ്സങ്ങളായി കാണുമ്പോഴാണ് അത് തടസ്സമാകുന്നത്. അതേസമയത്ത് വിജയിച്ചവരും നടന്നത് ഇതേ വഴിയിലൂടെയാണ്. അവർ ഈ വഴിയിലൂടെ നടന്നപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന തടസ്സമെന്ന് വിചാരിക്കുന്ന ഇക്കാര്യങ്ങൾ ഈ ലോകത്തുണ്ടായിരുന്നു. പക്ഷേ അവർക്കത് തടസ്സമായി ഫീൽ ചെയ്തില്ല, അത് തടസ്സമാണെന്ന് അവർ വിചാരിച്ചില്ല. അവർ കണ്ടത് അവരുടെ ലക്ഷ്യത്തെ മാത്രമാണ്. ഇതുപോലെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്താണ് വേണ്ടത് അത് ഈ ലോകത്ത് നിന്ന് അവർക്ക് കിട്ടും. ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് തീരുമാനിക്കണം. ആ വേണ്ടതിനെ മാത്രം നമ്മൾ കാണണം. ഭൂമിക്കടിയിൽ സ്വർണമുണ്ടെന്ന് പറഞ്ഞാൽ അത് കുഴിച്ചെടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ആ ഭൂമിയുടെ അടിയിലേക്ക് നമ്മളിങ്ങനെ കുഴിക്കുമ്പോൾ താഴെ 10 അടി താഴെയാണ് സ്വർണമുള്ളത്. അവിടെ ഗോൾഡ് ഉണ്ട്, ചിലപ്പോൾ ഡയമണ്ട് ഉണ്ട്, നമുക്ക് ആവശ്യമായ സാധനങ്ങളുണ്ട്. അത് കിട്ടണം. എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുഴിച്ചേ പറ്റൂ. പക്ഷെ കുഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പലതും നമ്മൾ കാണും. ചിലപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിച്ച ചെരുപ്പ് അതിലുണ്ടാവും, കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളുണ്ടാവും, ചിലപ്പോൾ മാലിന്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ചെളിയുണ്ടാവും, വെള്ളമുണ്ടാവും. ഇതിനെയൊക്കെ മറികടന്നിട്ട് വേണം താഴെ കിടക്കുന്ന സ്വർണത്തിലേക്ക് നമുക്ക് എത്താൻ. എന്നാൽ കുഴിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട മാലിന്യങ്ങൾ ഇതെല്ലാം മാലിന്യങ്ങളാണെന്ന നിഗമനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ എന്തു ചെയ്യും? നമ്മൾ കാണുന്ന പഴയ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ കുപ്പിച്ചില്ലുകൾ, ഇത് മുഴുവനും കുപ്പിച്ചില്ലുകളാണ്, എൻ്റെ കൈ മുറിയും എന്നൊരു ധാരണയിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ എന്തു ചെയ്യും? താഴെ കിടക്കുന്ന സ്വർണത്തിലേക്ക് എത്താൻ ഈ ധാരണ നമ്മളെ തടസ്സപ്പെടുത്തും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. ഈ ലോകത്ത് നമുക്ക് ആവശ്യമായതെല്ലാം ഉണ്ട്. ആദ്യം എനിക്ക് ആവശ്യമായത് എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. ഇതുപോലെ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ
ജനനം മുതൽ മരണം വരെയുള്ള നമ്മുടെ സമയം, ഇതാണല്ലോ നമ്മുടെ ആയുസ്. ഈ ആയുസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അത് നേടാനുള്ള അവസരമാണ്. ആ അവസരത്തെ അവസരമായി കണ്ട് അതിനെ ബുദ്ധിപരമായും ക്രിയാത്മകമായും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോഴേക്ക് നമുക്ക് നേടേണ്ടത് നേടിയെടുക്കാം. ഈ ലോകം മുഴുക്ക നന്മകളാണ്. ഇവിടെ ഒരുപാട് നല്ല നല്ല സാധനങ്ങളാണ്, നല്ല നല്ല അവസരങ്ങളാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ ഏതൊരു മനുഷ്യനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന. അള്ളാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഈ ലോകത്ത്, ഈ ഭൗതികമായ ലോകത്ത് നീ ഞങ്ങൾക്ക് നല്ലത് തരണമേ. ഇതാണല്ലോ അതിൻ്റെ അർത്ഥം. തൊട്ടടുത്ത് വഫിൽ ആഖിറത്തി ഹസന, പരലോകത്ത് ഞങ്ങൾക്ക് നല്ലത് തരണമേ എന്ന് പറയുന്നു. പരലോകത്ത് നല്ലത് തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരലോകത്ത് ധാരാളം നല്ലതുണ്ട്, അത് ഞങ്ങൾക്ക് എത്തിച്ചേരണം. ഈ ലോകത്ത് നല്ലത് തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിന് കുറേ നന്മകളുണ്ട്, കുറേ പോസിറ്റീവ് വശങ്ങളുണ്ട്, അതിലേക്ക് ഞങ്ങളെ എത്തിക്കണം. ഇതാണല്ലോ അതിൻ്റെ അർത്ഥം. ചില ആളുകൾ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാൽ ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ലോകത്തിൻ്റെ തിന്മകളും അതിൻ്റെ തടസ്സങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രാർത്ഥന അർത്ഥവത്തെ ഇക്കൊള്ളണമെന്നില്ല, ലക്ഷ്യം കണ്ടുകൊള്ളണമെന്നില്ല. കാരണം നമ്മുടെ പല പ്രാർത്ഥനകളും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാനുള്ള മർമ്മപ്രധാനമായ ഒരു തടസ്സം ഭാവനകളും ആഗ്രഹങ്ങളും തമ്മിൽ വ്യത്യാസപ്പെടുന്നു എന്നതാണ്. നമ്മുടെ ഭാവനയും വിശ്വാസവും മറ്റൊന്നാണ്, പക്ഷേ ആഗ്രഹം വേറെ ഒന്നാണ്. ഈ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മനസ്സ് നെയ്തുണ്ടാക്കുന്ന വിചാരങ്ങളും ഭാവനകളും വേറെ ചിലതാണ്. ഇങ്ങനെ വരുമ്പോൾ പ്രാർത്ഥനകൾ പരാജയപ്പെടുകയും ഭാവനകൾ വിജയിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇത് സാധാരണ നമ്മുടെ ജീവിതത്തിലെല്ലാം കാണാം. അതുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ നല്ല കണ്ണുകൊണ്ട് കാണണം. ലോകത്തെല്ലാ നന്മകളുണ്ട്, അത് കാണാനുള്ള കണ്ണാണ് നമുക്കുണ്ടാകേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല തരത്തിലുള്ള രുചികൾ അറിയുന്ന നാവ് നമുക്കുണ്ട്. ഈ നാവിലാണ് വളരെ ചെറിയ സ്ഥലം, ഈ ചെറിയ ഒരു പ്രദേശത്ത്, ആ നാവിൻ്റെ ഒരു പരിധിക്കുള്ളിലാണ് എല്ലാ തരത്തിലുള്ള രുചികളും നമ്മൾ അറിയുന്നത്. മധുരം എന്നത് ഒരു രുചിയാണ്, പക്ഷേ മധുരം തന്നെ പല തരത്തിലാണ്. പഞ്ചസാരയുടെ മധുരവും തേനിൻ്റെ മധുരവും രണ്ടാണ്, അല്ലേ? ഇങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള, നമ്മൾ ആസ്വദിച്ചിട്ടുള്ള, നമ്മൾ അറിഞ്ഞിട്ടുള്ള പല രുചികളും വ്യത്യസ്തമാണ്. അതിനെ പേരിട്ട് വിളിക്കാൻ പോലും നമുക്കറിയില്ല. ഈ രുചികളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ നാവിലാണ്. എന്നാൽ പനി ബാധിക്കുന്ന സമയത്ത് എത്ര മധുരമുള്ള സാധനം ആ നാവിലേക്ക് വെച്ചാലും കയ്പ്പ് അനുഭവപ്പെടുന്നത് ആ ലഡുവിൻ്റെയോ തേനിൻ്റെയോ പ്രശ്നമല്ല, നമ്മുടെ നാവിൻ്റെ പ്രശ്നമാണ്, അല്ലേ? കോങ്കണ്ണുള്ള ഒരു വ്യക്തി, കണ്ണിന് പ്രശ്നമുള്ള ഒരാൾ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ രണ്ടായും മൂന്നായും കാണുന്നത് ആ വസ്തുവിൻ്റെ പ്രശ്നമല്ല, അയാളുടെ കണ്ണിൻ്റെ പ്രശ്നമാണ്. ഇതുപോലെ ഈ ലോകത്ത് നമ്മൾ കാണുന്നത് തടസ്സം തന്നെയാണോ? അത് ഈ ലോകത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഈ ലോകത്ത് നമ്മൾ കാണുന്നത് ദുഷിച്ച വ്യക്തികളെയും ചീത്തയാളുകളെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നവരെയും നമ്മളെ തടസ്സപ്പെടുത്തുന്ന ആളുകളെയും നമ്മുടെ ശത്രുക്കളെയും മാത്രമാണോ? എന്നാൽ അതിൻ്റെ അർത്ഥം ഈ ലോകം ശത്രുക്കളാൽ നിറഞ്ഞതാണ് എന്നല്ല, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ തിരിച്ചറിയുക, നല്ല കാഴ്ചപ്പാടിലേക്ക് പോവുക, ലോകത്തെക്കുറിച്ച് നല്ല ഭാവനകൾ ഉണ്ടാകുക. ഈ ലോകത്ത്, സമൃദ്ധമായ ഈ ലോകത്ത്, സമ്പന്നമായ ഈ ലോകത്ത് നമുക്ക് വേണ്ട എല്ലാം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ കണ്ടെത്താനുള്ള ജൈത്രയാത്രയാകണം നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിനിടയിൽ നല്ലത് മാത്രം കണ്ട് മുന്നോട്ട് പോകാൻ നമ്മളൊരു തീരുമാനമെടുത്താൽ തീർച്ചയായും നമ്മൾ വിജയിക്കും, ലക്ഷ്യത്തിലേക്ക് എത്തും. അള്ളാഹു നമുക്ക് എല്ലാ വഴികളും എളുപ്പമാക്കി തരട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.